ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ തനസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് കേട്ടോ. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുക, അതും കുട്ടികൾക്ക് ചോറിനകത്തൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പൊ കറി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചേക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ തിരുമ്മി ഏകദേശം നിങ്ങൾക്ക് എത്രയാണോ വേണ്ട ആ ഒരു അളവിനനുസരിച്ചുള്ള തേങ്ങ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ കൊച്ചുള്ളി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം അതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് പിഴിയുന്ന പുളി ഇട്ട് കൊടുക്കാം. പിഴിപുളി എന്നാണ് പറയുന്നത്, അപ്പൊ പിഴിയുന്ന പുളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് എരി കുറവാണ്, എന്നാൽ കളർ നല്ല രീതിയിൽ കൂടുതലുള്ള മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഇതൊന്ന് ഇതേണക്ക് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമ്മുടെ പൊടിയൊക്കെ അങ്ങ് അടിയിൽ പോവുകയും നമ്മുടെ ആ ഒരു തേങ്ങയായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടും. ഇതേ കണക്ക് ഏകദേശം നമ്മുടെ ഉപ്പും എല്ലാം ഒന്ന് സെറ്റായി കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ചേർക്കാൻ ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം, ഏകദേശം ചമ്മന്തി പോലെ. അപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു ചമ്മന്തി പരുവത്തിന് നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് ഇത് ചതച്ചെടുത്തേക്കുന്നത്. ഈ ഒരു പാകമായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഒരു ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു ചമ്മന്തി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു വ്യത്യാസമുള്ളൂ നമ്മുടെ ഈ ചമ്മന്തിക്കകത്ത് ഉള്ള പ്രത്യേകത. ഇതേ കണക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആ ഒരു ഓയിലിനകത്തും ആ കടുവറുത്തതിനകത്തൊക്കെ ആയിട്ട് നമ്മുടെ ചമ്മന്തി ഏകദേശം നമ്മൾ അപ്പത്തിനൊക്കെ മൂപ്പിച്ചെടുക്കാറില്ലേ, അത് കണക്കൊന്ന് വെള്ളം തൂത്തി അടിപൊളിയായിട്ടൊന്ന് ചെറു തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു എണ്ണമയം അതിനകത്ത് കിട്ടുകയും വേണം, എന്നാൽ വെള്ളം ഒട്ടും അതിനകത്താൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇതേണക്ക് ഏകദേശം ചമ്മന്തി ഒന്ന് നല്ലതുപോലെ ഒന്ന് തോർത്തി ഇതേണക്ക് ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ വീവിന ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആ ചമ്മന്തി മാറ്റിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. നമ്മൾ എപ്പോഴും ഇതിനകത്ത് ഒരു മുട്ട അങ്ങനെ എടുക്കാവൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. മുട്ടയുടെ ടേസ്റ്റ് വന്നാൽ അത് വേറൊരു രീതിയായി പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരരുത്. ഒരു മുട്ട മാത്രമേ എടുക്കാവൂ കേട്ടോ. ഒരുപാട് ചമ്മന്തിക്കുള്ളത് അരച്ചാൽ മാത്രമേ നമുക്ക് 2 മുട്ട എടുക്കാവൂ. അപ്പൊ നമ്മുടെ ആ ഒരു മുട്ടയും ഏകദേശം ഇതേണക്ക് ചിക്കി എടുത്ത് ഈ ഒരു പാകമായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വേണം നമുക്ക് നമ്മുടെ ആ ഒരു ചമ്മന്തി ഒന്ന് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ആ ഒരു ചമ്മന്തിയും മുട്ടയും കൂടിയൊക്കെ ചേർന്ന് വരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഒരുപാട് മുട്ടയല്ല ഇതിനകത്ത്, കൂടുതലും ചമ്മന്തിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലഞ്ചിനകത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ റെസിപ്പിയുടെ ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു കമന്റ് ബോക്സിൽ ഇടാനും മറന്നു പോകരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തിടാനും മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.